എല്ലാ പ്രിയ കൂട്ടുകാർക്കും LCHF റെസിപ്പിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മറ്റൊരു നീർദോശ റെസിപ്പിയുമായിട്ടാണ്. ബദാമും തേങ്ങയും മുട്ടയും ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നീർദോശ തയ്യാറാക്കാം. കൂടെ കോമ്പിനേഷനായി അയല മുളക് കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്നേ ഞാൻ ചെയ്ത നീർദോശ റെസിപ്പിയിൽ കോക്കനട്ട് ഫ്ലോറും ഫ്ലാക്സീഡ് ഫ്ലോറും ആണ് ഉപയോഗിച്ചിരുന്നത്. ഫ്ലാക്സീഡിന് പകരം ഇവിടെ ബദാമാണ് ഉപയോഗിക്കുന്നത്. ബദാം ഫ്ലോർ എല്ലാ കടകളിലും ലഭ്യമാണ്. അല്ല എങ്കിൽ ഫ്രഷ് ബദാം പൊടിച്ചെടുക്കുകയും ചെയ്യാം. രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് ഈ റെസിപ്പി പരീക്ഷിച്ച് നോക്കാം. ഇറച്ചിക്കറി, ചമ്മന്തി, മറ്റ് വെജിറ്റബിൾ കറികളുടെ കൂടെയൊക്കെ ഈ ദോശ കഴിക്കാം. ആദ്യം നമുക്ക് ദോശ തയ്യാറാക്കാം. എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഒരു 50 ഗ്രാം ബദാം, പിന്നെ ഡ്രൈഡ് കോക്കനട്ട് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പച്ചത്തേങ്ങയും ഉപയോഗിക്കാം. പിന്നെ 2 മുട്ടയും എടുത്തിട്ടുണ്ട്. 2 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് ദോശയിലേക്കുള്ള മാവ് തയ്യാറാക്കാം. ബദാം ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കുതിർത്ത് വെച്ചാലും തന്നെ അരച്ചെടുത്താൽ മതി. ഞാനിവിടെ ബദാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഞാനിനി കോക്കനട്ട് ഫ്ലോർ പൊടിച്ചെടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്നത് പച്ചത്തേങ്ങയാണ് എങ്കിൽ അല്പം വെള്ളമൊഴിച്ച് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. മിഡിൽ ഈസ്റ്റിൽ സാധാരണയായി കിട്ടുന്ന കോക്കനട്ട് ഫ്ലോർ തേങ്ങാപ്പീരയാണ്. ഈ തേങ്ങാപ്പീര തന്നെയാണ് കറി വെക്കാനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. തേങ്ങ ഞാൻ പൊടിച്ചെടുത്തു. ഇനി മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതുപോലെ മുഴുവൻ തേങ്ങയും പൊടിച്ചെടുക്കണം. ഇപ്പോൾ മുഴുവൻ തേങ്ങയും പൊടിച്ചെടുത്തു കഴിഞ്ഞു. ഇനി മുട്ട പൊട്ടിച്ച് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ വെള്ളം കൂടി പോകരുത്. പിന്നീട് മുട്ട കൂടി ചേർക്കുമ്പോൾ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്. അതുകൊണ്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നവർ അല്പം വെള്ളത്തിൽ വേണം തേങ്ങ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ. ഇനി അല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാകം കട്ടിയായിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ദോശ ചുടാനായിട്ട് നോക്കാം. ചട്ടിയിൽ എണ്ണ തടവാം. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അടപ്പ് തുറന്ന് നോക്കാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കണം. ഞാനിവിടെ മുഴുവൻ മാവും ചുട്ടെടുത്തു. 5 ദോശ ഉണ്ടായിരുന്നു. അല്പം കട്ടിയുള്ള ദോശ ആയതുകൊണ്ട് തന്നെ 2 പേർക്ക് ധാരാളം ഇത് മതി. അങ്ങനെ ദോശയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി മീൻ കറി തയ്യാറാക്കാം. ഇനി അയല മുളക് കറിയിലേക്ക് ഞാൻ 250 ഗ്രാം അയല എടുത്തിട്ടുണ്ട്. പിന്നെ കുടംപുളി, 3 അല്ലി കുടംപുളി കുതിർത്ത് വെച്ചു. 10 മിനിറ്റ് കുതിർത്ത ശേഷം ആ വെള്ളം കളഞ്ഞു. വീണ്ടും തിളച്ച വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചതാണ്.
കുടംപുളിക്കൊരു കട്ടിപ്പ് ചുവ ഉണ്ട്, അത് പോവാൻ വേണ്ടിയാണ് ആദ്യത്തെ വെള്ളം നമ്മൾ കളയുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ സവാള അരിഞ്ഞതും കറിവേപ്പിലയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കൂടുതൽ എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണം മതിയാകും. നമ്മളിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കറി തയ്യാറാക്കുന്നത്. കുതിർത്ത് വെച്ച കുടംപുളിയെ അരിച്ചൊഴിക്കാം. ഇനി തക്കാളി, സവാള, പച്ചമുളക്, അല്പം കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്ത് കൊടുത്തു. എടുത്തു വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. എരിവോ പുളിയോ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ തീ ഓണാക്കി. ഇവിടെ ഞാൻ വല്ലാണ്ട് കറി എടുക്കുന്നില്ല. ദോശയിലേക്ക് വേണ്ടി വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കട്ടിയിലാണ് തയ്യാറാക്കുന്നത്. സാധാരണ ചോറിലേക്ക് എടുക്കുന്ന അത്രയും കറി ഇവിടെ ആവശ്യമില്ലല്ലോ. എന്തായാലും ഇത് വേവാവട്ടെ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പച്ചമുളക് വെന്ത് വരുമ്പോൾ എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പുളിയോ ഉപ്പോ എരിവോ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ കറി പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച മീൻ ചേർത്ത് കൊടുത്ത് വേവിക്കാം. ഇവിടെ മീൻ കഷ്ണങ്ങൾ മുങ്ങിപ്പോവാൻ മാത്രം കറിയില്ല. അതുകൊണ്ട് ഒരു സൈഡ് വേവായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് രണ്ടാമത്തെ സൈഡും വേവിക്കാം. അടച്ചു വെക്കാം. തുറന്നു നോക്കാം. മീൻ ഒരു സൈഡ് വേവായിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെന്ത് കഴിഞ്ഞു. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. ഇനി കറിവേപ്പില, 2-3 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ എന്നിവ മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഈ കറി നമ്മൾ സാധാരണ ചെറിയുള്ളി വറുക്കുന്ന പോലെ ലാസ്റ്റ് വറുക്കേണ്ടതില്ല. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് ഈ കറിയുടെ രുചി. ഡയറ്റിൽ വന്ന ശേഷം ആദ്യമായിട്ടാണ് ഒരു കറി കൂട്ടി കഴിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു. മീൻ എത്രത്തോളം ഫ്രഷ് ആയിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ കറിയും ടേസ്റ്റി ആയിരിക്കും. ബദാം ദോശയും മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാത്രി ഭക്ഷണത്തിനാണ് ഞാനിത് തയ്യാറാക്കിയത്. മുൻപ് ഞാൻ ഷെയർ ചെയ്ത ദോശ റെസിപ്പിയിൽ അല്പം ഫ്ലാക്സീഡ് പൊടി ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് പേർക്ക് സംശയമായിരുന്നു എവിടെ കിട്ടുമെന്നും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും എല്ലാം. ഇവിടെ ഇപ്പോൾ ഫ്ലാക്സീഡ് പൊടി ഇല്ലാതെ തന്നെ ദോശ തയ്യാറാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. കിട്ടാത്തവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ബദാമും തേങ്ങയും ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ദോശ തയ്യാറാക്കാം. LCHF ഫോളോവേഴ്സിന് ഈ റെസിപ്പി ഒരു സഹായമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും എന്നെ സഹായിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.